അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ ഇവിടെ സെറ്റപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ദ മാജിക് ഓഫ് ക്ലൗഡ് കണക്ടേഴ്സ്. ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്ലൗഡ് കണക്ടറിനെ കുറിച്ചിട്ടാണ്. ക്ലൗഡ് കണക്ടർ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, നമുക്ക് കുറച്ച് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കി നോക്കാം, അതിൻ്റെ റിസൾട്ടുകൾ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ക്ലൗഡ് കണക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ക്ലൗഡ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മളെ ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ലിങ്ക്ഡിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നോഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പോകുന്നത് നമ്മുടെ ക്ലൗഡിൻ്റെ ഒരു ഡാഷ്ബോർഡിലോട്ട് പോവുകയാണ്. അതിനുശേഷം ഇവിടെ കണ്ട ഒരു പ്ലസ് ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കണക്റ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് കണക്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ആഡ് കണക്ടർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ആഡ് കണക്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കുറേ കണക്ടേഴ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണക്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളെ ആപ്ലിക്കേഷൻസ് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആപ്ലിക്കേഷനുകൾ കാണാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ജിമെയിൽ ഇതിലൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഇവിടെ ഞാനൊരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ജിമെയിലേക്കുള്ള ആക്സസും ലോഗിൻ ചെയ്യാനുള്ള ഏരിയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ ജിമെയിലേക്കുള്ള ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ജിമെയിൽ ആക്സസും നമ്മൾ കൊടുക്കുകയാണ്. ഇത് കൊടുത്തതിന് ശേഷം എന്തായി, നമ്മളുടെ കണക്ടർ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, കണക്ടേഴ്സിൽ കണ്ടോ നമ്മൾ ജിമെയിൽ ഓണായി കിടക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഡു യു ഹാവ് ആക്സസ് ടു മൈ ജിമെയിൽ അക്കൗണ്ട് എന്നിട്ട് ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, എന്താണ്, MCP കണക്ട് ചെയ്തിട്ടുണ്ട്, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ക്യാൻ യു ഗീവ് മീ എ ബ്രീഫ് ഓഫ് ലാസ്റ്റ് 100 മെസ്സേജസ് ആൻഡ് ക്യാൻ യു ഡ്രാഫ്റ്റ് എ റിപ്ലൈ ഫോർ ദാറ്റ് അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, പ്രോംപ്റ്റ് ചെയ്യുന്നു, അതെന്ത് ചെയ്ത് കൊടുക്കുന്നു, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം. അപ്പോൾ ലാസ്റ്റ് എനിക്ക് വന്നിട്ടുള്ളത് HDFC ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള മെയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ബ്ലർ ചെയ്യാണ്, കാരണം അതിൻ്റെ ട്രാൻസാക്ഷനാണ് വന്നിട്ടുള്ളത്, എത്ര രൂപ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് ലാസ്റ്റത്തെ മെസ്സേജ് വന്നു, അതിന് റിപ്ലൈ കൊടുക്കുന്ന രീതിയിലുള്ള എന്ത് വരാണ്, ഡ്രാഫ്റ്റ് ഇവർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ ഇവിടെ നിന്ന് തന്നെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു കണക്ടറിലോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗെയിൻ കണക്ടേഴ്സിലോട്ട് പോകുന്നു, ആഡ് കണക്ടർ കൊടുക്കുകയാണ്. അപ്പോൾ അഗെയിൻ ഇവിടെ ഒരുപാട് കണക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് നോഷൻ കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ ഓൾറെഡി നോഷൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ഓൾറെഡി കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഏകദേശം സെയിം ആണ് കേട്ടോ. നമ്മൾ ഈ പ്ലസ് ബട്ടൺ അമർത്തുന്നു, പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മളുടെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ട്, ലോഗിൻ ചെയ്യുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നോഷനായിട്ട് കണക്ട് ചെയ്യും. നമ്മൾ നോഷനും സെയിം ജിമെയിൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ സെയിം അതിൽ കണക്റ്റഡ് ആവും. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്താണോ അത് വായിച്ച് നോക്കുക, എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ കണക്ടേഴ്സിൽ പോയി കഴിഞ്ഞാൽ നോഷൻ കാണാൻ വേണ്ടിയിട്ട് വരും അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡു യു ഹാവ് ആക്സസ് ടു മൈ നോഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ നോഷനിലോട്ട് ആക്സസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. യെസ്, ഐ ഹാസ് ടു നോഷൻ വർക്ക് സ്പേസ് എന്ന്. അപ്പോൾ അവർക്ക് ഓൾറെഡി എന്തുണ്ട്, ആക്സസ് ഉണ്ട്. ഇനി നമ്മൾ ഇന്നലെ പഠിച്ചൊരു സാധനം ഉണ്ടല്ലോ, സ്കില്ല് അല്ലേ. ഞാനിവിടെ സ്കില്ല് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ മീഡിയ മാനേജറിൻ്റെ സ്കില്ലാണ്.
can you create social media calendar for my personal branding എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. പേഴ്സണൽ ബ്രാൻഡിങ് അപ്കമ്മിങ് നമുക്കൊരു 30 days കൊടുക്കാം അല്ലേ. അപ്കമ്മിങ് 30 days എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ് കൊടുത്തു. ഫോർ ക്ലോഡ് മാസ്റ്ററി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞാനൊരു ഹിൻറ്റും കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച പോലെ അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച പോലെ സ്കില്ല് ഒരു ഫയലാണ്. അപ്പോൾ ഇതിന് എന്താണ് എങ്ങനെയാണെന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ കലണ്ടർ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് 30 days തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇതിലെന്ത് ചെയ്യും, നോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള ഒരു 30 days ആയിട്ടുള്ള ഒരു കലണ്ടർ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ നോഷൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലൗഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ നോഷനിലോട്ട് ഇത് ട്രാൻസ്ഫേർഡ് ആവുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം. ഇതൊന്ന് യെസ്. അപ്പോൾ നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ടോ ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ കലണ്ടർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ഒരു ലിങ്കും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ നോഷൻ ഓപ്പൺ ആയിട്ട്, നോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വർക്ക് ഫ്ലോ, വർക്ക് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നോഷൻ. അപ്പോൾ എൻ്റെ നോഷനിലോട്ട് വരുമ്പോൾ കണ്ടോ എനിക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ ഇവിടെ സെറ്റപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് ദ മാജിക് ഓഫ് ക്ലൗഡ് കണക്ടേഴ്സ്. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ട് നമ്മളെ ക്ലൗഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡു മാജിക്. നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം, അത് ഫോളോ അപ്പ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഈ ഹെഡിങ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ പോലും ഇവിടെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് എഡിറ്റഡ് ആവുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. ഇതാണ് ഒരു അടുത്തൊരു ആപ്ലിക്കേഷൻ്റെ ഒരു കണക്ടർ വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾവേസ് എന്താണ് നമ്മളുടെ കണക്ടറിൽ വരുന്ന എൻ്റെ ഒരു ഏരിയ ആയിട്ടുള്ള മെറ്റ ആഡ്സ് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെറ്റ ആഡ്സിനെ കുറിച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ജസ്റ്റ് നീഡ് മെറ്റ ആഡ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്ക് കുറച്ചും കൂടി അറിയാമല്ലോ എത്രത്തോളം ആൾക്കാർക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളത്. ദെൻ ഞാൻ ഇവിടെ ഒരു അടുത്തൊരു കണക്ടറാണ്, കമ്പോസിയോൻ്റെ ഒരു കണക്ടറാണ്. അവിടെ നമുക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഡു യു ഹാവ് ആക്സസ് ടു മൈ ഇൻസ്റ്റഗ്രാം ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും. ഓക്കെ, ലെറ്റ് മീ, ഇത് ഞാൻ ഓൺ ആക്കിയിട്ടില്ല. ലെറ്റ് മീ ഒന്നും കൂടി ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് ഓൺ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി റെഡിയാവും. ഓക്കെ, വൺസ് അഗെയിൻ ഡു യു ഹാവ് ആക്സസ് ടു മൈ ഇൻസ്റ്റഗ്രാം ഇൻ കണക്റ്റേഴ്സ് ഉള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്ന് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ലെറ്റ് മീ ചെക്ക്, വെയിറ്റ് ചെയ്യാം. യെസ്, കണ്ടോ ഇവിടെ അലോ ആക്സസ് കൊടുക്കണം. എന്ത് ചെയ്യാണ്, അലോ ആക്സസ് കൊടുക്കുകയാണ്. അലോ ആക്സസ് കൊടുത്തതിന് ശേഷം ഓക്കെ, യെസ്, അംസാദ് ബഷീർ, കണ്ടോ എൻ്റെ അംസാദ് ബഷീർ എന്നുള്ള. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യും. പ്ലസ് എനിക്ക് എൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യണം എന്താ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ള കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് എൻ്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്ത് നോക്കി നോക്കാം. സോ ക്യാൻ യു ഓഡിറ്റ് മൈ പ്രൊഫൈൽ? ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാനിപ്പോൾ കുറച്ചധികം നാളെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഓപ്പൺ ആക്കിയിട്ട് അല്ലെങ്കിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കോണ്ടൻസുകളൊക്കെ സ്കാൻ ചെയ്തിട്ട് എന്താണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്നുള്ളത് ഈ ഒരു ക്ലൗഡ് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡാറ്റ പുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം എടുക്കും. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ മീൻ വൈൽ എനിക്ക് പറയാനുള്ളത്
നിങ്ങളിത് മാക്സിമം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യണമെന്ന് ഞാൻ അധികം നിർബന്ധം പിടിക്കില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം കണക്ട് ചെയ്താൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ ഇഷ്യൂസ് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനൊരു ടെസ്റ്റിംഗ് ഫേസ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ യു ഗൈസ് ക്യാൻ കണക്ട് ലിങ്ക്ഡിൻ, ധൈര്യപൂർവ്വം കണക്ട് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ സ്പെസിഫിക് കമ്പോസ് ചെയ്യുന്ന ഒരു MCP സെർവർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ലിങ്ക്ഡിൻ കണക്ട് ചെയ്യാം, ലിങ്ക്ഡിനിൽ പോസ്റ്റുകൾ ഇടാം, ലിങ്ക്ഡിൻ ഓഡിറ്റ് ചെയ്യാം, ലിങ്ക്ഡിനിൽ കോണ്ടന്റ്സ് ആർട്ടിക്കിൾസുകളൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എന്താണ് റിസൾട്ട് വരാന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പം എൻ്റെ ഒരു പ്രൊഫൈൽ ഓവർവ്യൂ വന്നു. എനിക്ക് 16.3K ആണ് എന്തുള്ളത്, ഫോളോവേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് 20 പോസ്റ്റ് എന്തൊക്കെയാണ്, 12 റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് കോണ്ടന്റ് തീംസ്. അപ്പോൾ എൻ്റെ തീമുകൾ കണ്ടോ, AI, ടെക് എഡ്യൂക്കേഷൻ, ഓൺട്രപ്രണർഷിപ്പ്, പേഴ്സണൽ ലൈഫ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സപ്പ് ആയിട്ടാണ് എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇനി കൂടുതലും AI റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, എന്താണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ എനിക്കിവിടെ കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, കണ്ടോ, ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ക്യാൻ യു ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ കലണ്ടർ ഫോർ എന്താ പറയുക, ഫോർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അഗെയിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്താണ് സംഭവിക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കലണ്ടർ എന്ത് ചെയ്യും, ഓക്കെ, മൊത്തത്തിലൊന്ന് സെറ്റപ്പ് ചെയ്യും, അഗെയിൻ സെറ്റപ്പ് ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം ഓൾറെഡി നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര വീക്ക്, 2 വീക്ക്. ദെൻ നോ ജസ്റ്റ് റെഗുലർ കണ്ടന്റ് ഞാൻ ജസ്റ്റ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കത് ഒരു കലണ്ടർ അവൈലബിൾ ആയിട്ട് കിട്ടും. മാത്രമല്ല നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിലൊക്കെ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പല ആപ്ലിക്കേഷനുകളും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലൗഡ് കണക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണക്ടേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഒരുപാട് കണക്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവിലോട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് സ്ലാക്ക്, ഹബ്സ്പോട്ട്, ഒരുപാട് കണക്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്യാം. ഇറ്റ് വിൽ എന്താ പറയുക, നിങ്ങളുടെ ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഈ ക്ലൗഡിൻ്റെ കണക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് ഞാനിപ്പോൾ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്ക് ആദ്യം ബേസിക്സ് മനസ്സിലാക്കി തരാമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, ബേസിക്സ് പഠിച്ചാലേ നമുക്ക് അഡ്വാൻസിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഈസ് വെരി ബേസിക്സ്, ഐ നോ ദാറ്റ്. ഇത് അറിയാവുന്ന ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യാം, അറിയാത്ത ആൾക്കാർക്ക് ഇത് കാണാം. ഐ തിങ്ക് ഇറ്റ്സ് വെരി വാല്യൂബിൾ. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്ത് നോക്കി നോക്കുക. വെറുതെ പല ആപ്ലിക്കേഷനുകളും ക്ലൗഡായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ, ഇത് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു. നല്ലൊരു ലേണിംഗ് ഫേസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.